പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നുവോ? എന്തുകൊണ്ടാണ് ദിവസവും ഒരു വചനം പറഞ്ഞ് സന്ദേശം തരുന്നത് എന്ന ചിന്ത നിങ്ങൾക്കുണ്ടാകും, അല്ലേ? എന്റെ സ്വന്തം അഭിപ്രായത്തെ പറഞ്ഞിട്ട് എന്താണ് പ്രയോജനം? പറയൂ. ദൈവവചനം നമ്മുടെ മനസ്സിൽ ഒരാശീർവാദത്തെ കൊണ്ടുവരും. യഹോവയുടെ വചനം പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി എഴുതി തന്നതാണ്. ഈ വചനം മുഖേനയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നതും നമ്മെ ബലപ്പെടുത്തുന്നതും എഴുന്നേൽപ്പിക്കുന്നതും വിടുവിക്കുന്നതും നമ്മെ സുഖമാക്കുന്നതും. ഇത് വലിയ അനുഗ്രഹമാണ്. അപ്പോൾ ഈ വചനം പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്നറിയാമോ? 119 സങ്കീർത്തനം 1 വാക്യം നോക്കൂ. യഹോവയുടെ ന്യായപ്രമാണമനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. ഭാഗ്യവാന്മാരെന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവർ എന്നർത്ഥം. നിങ്ങളുടെ ജീവിതം അനുഗ്രഹമുള്ളതാവണമെങ്കിൽ നിഷ്കളങ്കമായി ജീവിക്കണം. അതായത് കുറ്റപ്പെടുത്താത്തൊരു ജീവിതം നയിക്കണം. അതെങ്ങനെയുള്ള ജീവിതമാണെന്നോ? യഹോവയുടെ ന്യായപ്രമാണമനുസരിച്ച് നടക്കണം, ന്യായപ്രമാണം പ്രകാരം ജീവിക്കണം. അതിനാണ് ദൈവം നിങ്ങളോട് ഈ വചനത്തിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ജീവിതത്തിലെ ഈ വിശുദ്ധിയും ഈ മാറ്റവും ഉണ്ടാവാനുള്ള കാരണം ഈ വേദവചനമാണ്. ചിലർ വിചാരിക്കും രാവിലെ എഴുന്നേറ്റ് ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹമുണ്ടാവുമെന്ന്. ഇത് ചെറുപ്പം മുതലേ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. രാവിലെ എഴുന്നേറ്റാൽ ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണമെന്ന്. അർത്ഥം മനസ്സിലായാലും ഇല്ലെങ്കിലും പെട്ടെന്നൊരു അധ്യായം എടുത്ത് വായിച്ച് പ്രാർത്ഥിക്കുന്നത് തൃപ്തിയാണ്. അതല്ല. ദൈവം പ്രതീക്ഷിക്കുന്നത് എന്താണെന്നാൽ ന്യായപ്രമാണം പ്രകാരം നടക്കണം. അതിനാണ് ദൈവം വായിക്കാൻ പറയുന്നത്. അപ്പോൾ എന്തു ചെയ്യണം? പ്രാർത്ഥനയോടെ അത് വായിക്കണം, അത് മനസ്സിലാക്കണം, വചനത്തിന് നമ്മെ സമർപ്പിക്കണം, വചനപ്രകാരം ജീവിക്കാൻ നമ്മെ സമർപ്പിക്കണം. ദൈവം വചനം എഴുതി തന്നത് വെറുതെ വായിച്ചു പോകാൻ വേണ്ടിയല്ല. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നാം അപ്രകാരം ജീവിക്കാൻ വേണ്ടിയാണ് അത് തന്നിരിക്കുന്നത്. അതാണ് ദൈവത്തിൻ്റെ ന്യായപ്രമാണമനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ. അവരാണ് അനുഗ്രഹിക്കപ്പെട്ടവര്. അപ്പോൾ വചനം കേൾക്കുന്നവരായി മാത്രമല്ല, അപ്രകാരം നടക്കുന്നവരുമാകണം എന്ന് ദൈവം പറയുന്നു. അപ്പോൾ ബൈബിളിൽ വേദവചനങ്ങൾ എഴുതിയത് അതിനാണ്. അപ്പോൾ ബൈബിൾ കയ്യിലില്ലെങ്കിൽ ഒന്ന് വാങ്ങണം, ദിവസവും ഒരു അധ്യായം വായിക്കണം. അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്, യഹോവ എന്തു പറയുന്നു എന്ന് മനസ്സിലാക്കി അപ്രകാരം ജീവിക്കാനായി സമർപ്പിക്കൂ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം അനുഗ്രഹമുള്ളതാവുന്നത് നിങ്ങൾ കാണും. ഞാനെന്താ ചെയ്യാറ്? പ്രസംഗത്തിന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ തയ്യാറാക്കണമല്ലേ? ദിവസേന പ്രസംഗം, പല പ്രസംഗങ്ങളുണ്ടാകും. അതിനായി വചനം വായിച്ച് പ്രാർത്ഥിച്ച് ഒരുക്കേണ്ടതായി വരും. എന്നാൽ ഇതിനേക്കാളെല്ലാം കൂടുതലായി ദിവസം തോറും രാവിലെ എഴുന്നേറ്റ് ആദ്യം എനിക്ക് വേണ്ടി ഞാൻ വചനം വായിക്കും. പ്രസംഗിക്കാനല്ല, എന്നോട് ദൈവം സംസാരിക്കണം. ഇന്ന് ദൈവം എനിക്കൊരു വാക്യം തരണം എന്ന് വേദപുസ്തകം തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇതിലെന്തെഴുതിയാലും ഞാൻ അതിന് കീഴടങ്ങിക്കൊണ്ട് എന്നെ അതിനായി സമർപ്പിക്കും എന്നേൽപ്പിച്ച് വചനം വായിക്കും. അപ്പോൾ ഏത് വചനം കൊണ്ടാണ് ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്? ആ വചനം വായിച്ച് ഉടനെ പരിശുദ്ധാത്മാവ് മനസ്സിൽ സംസാരിക്കുന്നത് ഉടനെ അറിയാനാകും. സ്റ്റോപ്പ്. അപ്പോൾ ആ വചനം വീണ്ടും വായിക്കും, വീണ്ടും വായിക്കും, വീണ്ടും വായിക്കും. വചനത്തിൽ കൈവച്ച് ധ്യാനിക്കും. ദൈവം ഈ വചനത്തിലൂടെ എന്നോട് എന്താണ് സംസാരിക്കാൻ നോക്കുന്നത്? അപ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ തോന്നിപ്പിക്കും, നീ ഇങ്ങനെ ജീവിക്കണം, നീ ഇങ്ങനെ ചെയ്യണം എന്ന്. അപ്പോൾ ആ വചനത്തിനെന്നെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കും. ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ അനുഗ്രഹത്തിന് കാരണം. അതാണ് ഞാൻ നിങ്ങളോടും പറയുന്നത്. ദിവസവും രാവിലെ എഴുന്നേറ്റ് കുറച്ചുനേരം സ്തുതിക്കൂ, സ്തോത്രം ചെയ്യൂ, പിന്നീട് വചനം ധ്യാനിച്ച് അപ്രകാരം ജീവിക്കുവാനായി നിങ്ങളെ സമർപ്പിക്കൂ. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഒരു ദിവസം രാവിലെ ഞാൻ വചനം വായിക്കുമ്പോൾ, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്ക എന്ന് യേശു പറഞ്ഞില്ലേ? ആ വചനം അതിൽ സ്റ്റോപ്പ് ചെയ്തു. ഞാനത് വീണ്ടും വായിച്ചു. നിന്നെപ്പോലെ അയൽക്കാരനെ സ്നേഹിക്ക. അപ്പോൾ ദൈവം ചോദിച്ചു, മകനെ, നീ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്, എല്ലാവരെയും സ്നേഹിക്കുന്നു. അങ്ങ് സ്നേഹിക്കാൻ പറഞ്ഞതുപോലെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. നിന്നെ സ്നേഹിക്കുന്ന പോലെ അയൽക്കാരനെ സ്നേഹിക്കുന്നുവോ എന്ന് എന്നെ ചിന്തിക്കാനിടയാക്കി. പരിശുദ്ധാത്മാവ് മനസ്സിൽ സംസാരിച്ചു, ഈ വചനപ്രകാരം നിന്നെപ്പോലെ നീ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടോ? നീ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടെന്നറിയാം. നിന്നെപ്പോലെ നീ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്റെ ഹൃദയം തകർന്ന് കരയാൻ ആരംഭിച്ചു. ആ സ്നേഹം എന്റെ അടുത്തില്ല. എന്നെ സ്നേഹിക്കുന്നതുപോലെ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് കുറവുണ്ട്, സ്നേഹത്തിൽ എനിക്ക് കുറവുണ്ടായിരിക്കുന്നു.
ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ, ആ സ്നേഹത്തെ എനിക്ക് തരയണമേ. ഞാനൊരു ഉദാഹരണം പറയട്ടെ, നിങ്ങൾക്ക് മനസ്സിലാകുവാനായി. യേശു വിടുവിക്കുന്നു എന്ന ശുശ്രൂഷ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ. ഞാൻ അതിനായി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ നന്നായി നടക്കണം, അനുഗ്രഹിക്കണമെന്നൊക്കെ. എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി പ്രാർത്ഥിക്കും. പാസ്റ്റർമാർക്കും മിഷണറിമാർക്കും മിഷണറി ഹെഡ്സിനും എന്നെപ്പോലെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഏൽപ്പിച്ച യേശു വിടുവിക്കുന്നു എന്ന ശുശ്രൂഷയ്ക്കായി നീ എങ്ങനെ പ്രാർത്ഥിക്കുന്നുവോ അതേപോലെ അവരുടെ ശുശ്രൂഷയ്ക്കായി നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? അവിടെയാണ് കുറവ്. വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ദൈവം അതാണ് പുതിയതായി അറിയിക്കുന്നത്. നിങ്ങൾ മകളെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ മരുമകളെയും സ്നേഹിക്കുന്നു. നിങ്ങളുടെ മകളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളുടെ മരുമകളെ സ്നേഹിക്കുന്നുണ്ടോ? അതാണ് യേശു പറഞ്ഞ വാക്കിന്റെ അർത്ഥം. നിങ്ങളുടെ അമ്മയെ സ്നേഹിക്കുന്നു. അമ്മായി അമ്മയെ അമ്മേ എന്ന് വിളിക്കുന്നു. സ്വന്തം അമ്മയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ അമ്മായി അമ്മയെ സ്നേഹിക്കുന്നുണ്ടോ? ഇതാണ് ദൈവം പറഞ്ഞത്. അപ്പോൾ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അപ്പോൾ അത് വായിക്കുമ്പോൾ, കുറച്ചു സമയം അതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, ഏതാനും നിമിഷങ്ങൾ ധ്യാനിച്ച ശേഷം അതിനപ്പുറം എനിക്ക് വായിക്കാൻ സാധിച്ചില്ല. അത് വെച്ച് കണ്ണുനീർ തുള്ളികൾ ബൈബിളിൽ വീഴത്തക്ക വിധം കരഞ്ഞു. ആ സ്നേഹം എനിക്ക് വേണം, ആ സ്നേഹം എനിക്ക് തരയണമേ എന്ന് പറഞ്ഞ് എന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വലിയൊരു സന്തോഷം. അങ്ങനെയാണ് വചനം ധ്യാനിക്കേണ്ടത്. അതുപോലെ ദൈവവചനത്തെപ്പോലെ നടക്കാൻ നമ്മെ സമർപ്പിക്കണം. ഇപ്പോൾ ഞാൻ ആർക്കുവേണ്ടി പ്രാർത്ഥിച്ചാലും അവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാറില്ല. യഥാർത്ഥ മനയുരുക്കത്തോടെ, ആ സ്നേഹത്തോടെ അവരെ അനുഗ്രഹിക്കണം. അവരുടെ ശുശ്രൂഷ ആശീർവദിക്കപ്പെടണം. ആ ശുശ്രൂഷകൻ ആശീർവദിക്കപ്പെടണമെന്ന് ആ സ്നേഹത്തോടെ ഈ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കണം. അതാണ് യേശു പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ആ വചനത്തിന്റെ അർത്ഥം. ഇങ്ങനെ വചനം ധ്യാനിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറ്റപ്പെടും. കരുണയുള്ള ഒരു ജീവിതമുണ്ടാകും. അത് കണ്ട് ദൈവം സന്തോഷിച്ച് നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളെ മഹത്വപ്പെടുത്തും. ഇപ്പോൾ പ്രാർത്ഥിക്കുമോ? കർത്താവേ, അങ്ങയുടെ ന്യായപ്രമാണപ്രകാരം നടക്കാൻ എന്നെ സമർപ്പിക്കുന്നു. വെറുതെ വായിച്ചുകൊണ്ടു പോകാൻ പാടില്ല. വചനം വായിക്കണം, വചനത്തെ ധ്യാനിക്കണം, അപ്രകാരം നടക്കണം, ജീവിക്കണം. അതിനെനിക്ക് കൃപ തരയണമേ, കൃപ തരയണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ